Good morning, students. Our today's topic is strategic decision making. This is our second chapter. Strategic management ആണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അവിടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഡിസിഷൻ മേക്കിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത് ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ്. അപ്പോൾ strategic decision making. One of the essential part of creating and running a small business is creating a mission or vision for the business and set of goals the company aims to achieve. Strategic decision making or strategic planning describe the process of creating a company's mission and objectives and deciding upon the course of action a company should pursue to achieve those goals. Organization each organization have distinct goals and objectives. So every organization take essential decision for smooth functioning of the organization and to attain the objective. So strategic decision making or strategic planning describes the process of creating a company's mission and objectives and deciding upon the course of action a company should pursue to achieve those goals. ഓർഗനൈസേഷൻ്റെ ഈ ഗോൾസൊക്കെ കൃത്യമായിട്ട് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ മിഷനും വിഷനും ഒബ്ജക്റ്റീവ്സും ഒക്കെ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയും ക്രിയേറ്റ് ചെയ്യുകയും ഡിസൈഡ് ചെയ്യുകയും ചെയ്യുന്ന ആ പ്രോസസ്സ് അതാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. സിംപ്ലി സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് മീൻസ് ദ ഡിസിഷൻ മേക്കിംഗ് റിലേറ്റഡ് ടു സ്ട്രാറ്റജീസ് വിച്ച് ഹെൽപ്സ് ടു അറ്റൈൻ ദി ഓർഗനൈസേഷണൽ ഗോൾ. അതാണ് അതേപോലെ സിമ്പിളായിട്ട് നമ്മളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഓർഗനൈസേഷൻ്റെ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് അല്ലേ. ആ സ്ട്രാറ്റജീസ് ഡിസൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ആൻഡ് ഡെവലപ്പിംഗ് വിഷൻ, മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ടു അറ്റൈൻ ഓർഗനൈസേഷണൽ ഗോൾസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ എന്തൊക്കെയാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഡിസിഷൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. These are the decisions that impact the functioning of the organization on the whole, including the people or resources and different departments. ഓർഗനൈസേഷൻ്റെ മൊത്തത്തിൽ ഉള്ള ഡിസിഷനാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ. അതിൽ എല്ലാ കാര്യങ്ങളും വരും. മെറ്റീരിയൽ ആൻഡ് ഓൾ അതർ ഫങ്ഷൻസ്, അതായത് പീപ്പിൾസും റിസോഴ്സസും ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഏത് തരത്തിലും ഓർഗനൈസേഷൻ്റെ ഹോൾ ആയിട്ടുള്ള ഫങ്ഷനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിസിഷനാണ് ഇത് സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറയുന്നത്. സം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സച്ച് ഡിസിഷൻസ് ആർ: ഫസ്റ്റ്, ടു പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ റിസോഴ്സസിൻ്റെ അലോക്കേഷനെ ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷനാണിത്. സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറയുമ്പോൾ അപ്പം റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അത് മെന്നാവാം, മെറ്റീരിയൽ ആവാം, എന്തോ ആവാം അല്ലേ. അപ്പോൾ ഈ റിസോഴ്സസിനൊക്കെ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന ഡിസിഷൻ ആ ഡിസിഷൻ ഏതിൽ വരുന്നു? സ്ട്രാറ്റജിക് ഡിസിഷനിൽ വരുന്നു. അപ്പോൾ ഇറ്റ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ഓർഗനൈസേഷൻ. Then second one, it helps to deal with the perceived threats available in external environment. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പറ്റീറ്റേഴ്സിനെ നിന്ന് സർവൈവ് ചെയ്യാനുള്ള ടാക്ടിക്സ് ആണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് പെർസീവ് ദ ത്രെഡ്സ് അവൈലബിൾ ഇൻ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലുള്ള ത്രെഡ്സും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ തന്നെ ആ ത്രെഡ്സ് പെർസീവ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം എന്ത്? Strategic decision. Then it helps in aligning the organization activities with organizational goals. അപ്പോൾ ഓർഗനൈസേഷണൽ ഗോൾസിനനുസരിച്ച് ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസിനെ അലൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഇത് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. ടു അലൈൻ ദ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ് വിത്ത് ഓർഗനൈസേഷണൽ ഗോൾസ്. Then it affect either total organization or major part of the organization. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സംഭവം തന്നെയാണ്. ഓർഗനൈസേഷൻ്റെ ഏതാണ്ട് ഒരു 90% അല്ലെങ്കിൽ 100% ആക്ടിവിറ്റീസിനെയും എഫക്റ്റ് ചെയ്യുന്ന ഡിസിഷനായിരിക്കും ഏത്? സ്ട്രാറ്റജിക് ഡിസിഷൻ. ഇറ്റ് ഈസ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആൻഡ് മൾട്ടി ഫങ്ഷണൽ കോൺസിക്വൻസസ്. അപ്പോൾ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ്. നമ്മൾ പറഞ്ഞു സ്ട്രാറ്റജിക് ഡിസിഷൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലോങ് ടേം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിസിഷനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതാണ് ഇപ്പോൾ എടുക്കുന്ന തീരുമാനം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആണെന്നല്ലേ. അപ്പം ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യും ആ രീതിയിലായിരിക്കും എന്ത് സ്ട്രാറ്റജി. അപ്പോൾ ഇറ്റ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആൻഡ് മൾട്ടി ഫങ്ഷണൽ കോൺസിക്വൻസസ്. അപ്പം
to play an important role in allocation of resources, helps to deal with the perceived threats available in external environment, helps in aligning the organization activities with the organizational goal, affect either the total organization or the major part of the organization. It is future oriented and multifunctional consequences. Then issues in strategic decision making. Next topic ആണ് strategic managementലെ issues എന്തൊക്കെയാണ് നോക്കാം. It is a complex and difficult process. So it covers various issues. Some of them are criteria for decision making, rationality, creativity, variability, person related factors, individual differences among decision makers. More issues in strategic decision making. അപ്പോൾ സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷനാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ആൻഡ് ഡിഫിക്കൽട്ട് പ്രോസസ്സ്, ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്, മെൻ്റൽ പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ ഇൻഫർമേഷൻ അനാലിസിസ് പ്രോസസ്സാണ്, ഇവാലുവേഷൻ പ്രോസസ്സാണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ അതിൻ്റെ ഓർഗനൈസേഷൻ്റെ ക്രെഡിബിലിറ്റീനെയും അതിൻ്റെ ഗുഡ് വില്ലിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഇഷ്യൂ ആണ് സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറയുന്നത് അല്ലേ. സീരിയസ് എടുക്കേണ്ട ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കുമ്പോൾ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒന്ന് ക്രൈറ്റീരിയ ഫോർ ഡിസിഷൻ മേക്കിംഗ് ആണ്. ദെൻ റേഷണാലിറ്റി, ക്രിയേറ്റിവിറ്റി, വേരിയബിലിറ്റി, പേഴ്സൺ റിലേറ്റഡ് ഫാക്ടേഴ്സ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എമംഗ് ഡിസിഷൻ മേക്കേഴ്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നോക്കാം ക്രൈറ്റീരിയ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ക്രൈറ്റീരിയ ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഡിസിഷൻ എടുക്കുന്ന ക്രൈറ്റീരിയ ഏതാണെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരുപാട് ഏരിയയിൽ നമ്മൾ സ്ട്രാറ്റജിക് ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസിഷൻസ് എടുക്കേണ്ടത് അല്ലേ. ഒബ്ജക്റ്റീവ്സ് അത് അപ്പോൾ 3 വ്യൂ പോയിൻറ്റ്സിലാണ് നമ്മൾ ക്രൈറ്റീരിയ ഫോർ ഡിസിഷൻ മേക്കിംഗ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ആണ്. ദെൻ കൺസെപ്റ്റ് ഓഫ് മാക്സിമൈസേഷൻ, കൺസെപ്റ്റ് ഓഫ് സാറ്റിസ്ഫൈസിങ്, ദെൻ കൺസെപ്റ്റ് ഓഫ് ഇൻക്രിമെൻ്റലിസം. അപ്പം ഒബ്ജക്റ്റീവ് സെറ്റിംഗ്, യാർഡ് സ്റ്റിക്ക് ഫോർ മെഷർ എഫിഷ്യൻസി. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അല്ലേ. ആ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ യാർഡ് സ്റ്റിക്കാണ് അല്ലേ. അപ്പോൾ എഫിഷ്യൻസി മെഷർ ചെയ്യുന്ന യാർഡ് സ്റ്റിക്കാണ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. അത് ഓർഗനൈസേഷന് ഒരു തരത്തിലും മോശമാകുന്ന രീതിയിലുള്ള ഒരു ഒബ്ജക്റ്റീവ് ഒരിക്കലും സെറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ആണ് ഫസ്റ്റ്. ദെൻ കൺസെപ്റ്റ് ഓഫ് മാക്സിമൈസേഷൻ. ഒബ്ജക്റ്റീവ് മസ്റ്റ് ബി സെറ്റ് അറ്റ് ദി ഹയസ്റ്റ് പോയിന്റിലായിരിക്കണം എപ്പോഴും ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യേണ്ടത്. ഈ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ മാക്സിമൈസേഷൻ കൺസെപ്റ്റും അതുപോലെ തന്നെ സാറ്റിസ്ഫൈയിങ് കൺസെപ്റ്റ് ആയിരിക്കും. ഒബ്ജക്റ്റീവ്സ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ ദി പ്രോസസ് ഓഫ് ഒപ്റ്റിമൈസേഷൻ. അതായത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസിഷൻ ആവണം, ഒരു ഒബ്ജക്റ്റീവ് ആവണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ദെൻ ഇൻക്രിമെൻ്റലിസം, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലോജിക്കലായിരിക്കണം. അതായത് നമുക്കിവിടെ ഒന്നും അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത സാധനമൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒബ്ജക്റ്റീവായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, അതിൻ്റെ മാക്സിമൈസേഷൻ കൺസെപ്റ്റും സാറ്റിസ്ഫൈയിങ് കൺസെപ്റ്റും ഇൻക്രിമെൻ്റലിസം കൺസെപ്റ്റും അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്കലായിട്ടുള്ള കൺസെപ്റ്റ് അല്ലേ, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം വേണം ഡിസിഷൻ എടുക്കാൻ. ഇതാണ് ക്രൈറ്റീരിയ ഫോർ ഡിസിഷൻ മേക്കിംഗ്. Second, rationality in decision making. This is the process of selecting best course of action from the various alternatives. Through this, the organization can attain their objectives with the efficiency and effectivity. റേഷണൽ ആയിട്ടുള്ള ഡിസിഷൻ ആണോ അല്ലേ, എന്താണ് നീതിയുക്തമായിരിക്കണം. അതാണ് ഒരുപാട് ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് തന്നെ സെലക്ട് ചെയ്യണം അല്ലേ. അതല്ല സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓർഗനൈസേഷനെ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ റേഷണാലിറ്റി വേണം ഡിസിഷൻ എടുക്കുന്ന സമയത്ത്. ദെൻ ക്രിയേറ്റിവിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മസ്റ്റ് ബി ഒറിജിനൽ ആൻഡ് ഡിഫറെൻറ്റ്. Creativity is a trait which is normally associated with the individual and it is sought to be developed through techniques such as brainstorming etc. അപ്പോൾ ക്രിയേറ്റിവിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ്, അപ്പോൾ ഇതുവരെയുള്ള ഒരു മൊണോട്ടോണസ് ആയിട്ടുള്ളൊരു ഡിസിഷൻ അല്ല എടുക്കേണ്ടത്. പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഇതിലുണ്ടാവണം, ഡിസിഷൻ മേക്കിങ്ങിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ആളുകളാകുമ്പോൾ എന്ത് ചെയ്യും, ഡിസിഷൻ ഫ്ലോപ്പ് ആയി പോകും അല്ലേ. അപ്പോൾ ക്രിയേറ്റിവിറ്റിയാണ് നെക്സ്റ്റ് ഇഷ്യൂ. അപ്പോൾ റേഷണാലിറ്റി, ക്രിയേറ്റിവിറ്റി, ദെൻ ഫസ്റ്റ് ക്രൈറ്റീരിയ, ദെൻ ഫോർത്ത് വേരിയബിലിറ്റി. In every situation, they will have different conclusion by decision makers. A case or a problem is analyzed differently by different individuals according to their perception, and the conclusion also be
ഡിഫറെൻറ്റ്. ഇപ്പോൾ വേരിയബിൾ ആയിരിക്കണം എപ്പോഴും ഡിസിഷൻ, അല്ലേ? അതായത് എല്ലാവരും എടുക്കുന്ന ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. അതാണ് ഓർഗനൈസേഷന് കൂടുതൽ ഗുണം ചെയ്യുക. അപ്പോൾ അല്ലാത്ത കേസിൽ അവിടെ ഇഷ്യൂ ആയിട്ട് മാറും. അത് പേഴ്സൺ റിലേറ്റഡ് ഫാക്ടേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് അതറിയാമല്ലേ. നമ്മൾ ഗ്രൂപ്പായിട്ടുള്ള ഡിസിഷൻ ആവും, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും. എങ്ങനെയായിരുന്നാലും ഒരാളുടെ ഡിസിഷനും മറ്റൊരാളുടെ ഡിസിഷനും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. കാരണം അവരുടെ വ്യൂ പോയിൻറ്റ്സ് വ്യത്യസ്തമായിരിക്കും, അല്ലേ? അപ്പോൾ ഈ പേഴ്സൺ റിലേറ്റഡ് ഫാക്ടേഴ്സാണ് അടുത്ത ഇഷ്യൂ. ഇപ്പം ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു 5 അംഗ കമ്മിറ്റി ആണെങ്കിൽ 5 പേര് 5 അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സാറ്റിസ്ഫൈങ് ആവുന്ന ഒരു ഡിസിഷനാണ് എടുക്കേണ്ടത്, അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസിഷൻ മേക്കിങ്ങിന് വരുന്ന ഇഷ്യൂസാണ്. ഇൻഡിവിജ്വൽ വേഴ്സസ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിസിഷൻ എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി സമയം എടുക്കും ഇതിന് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ്. കാരണം ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ അഭിപ്രായമല്ല, ആ ഗ്രൂപ്പിൻ്റെ മൊത്തത്തിലുള്ള അഭിപ്രായമാണ്, അല്ലേ? അപ്പോൾ ഈ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ആകുമ്പോൾ അവിടെ എന്താണ്, അവർ തമ്മിൽ ആർഗ്യുമെൻറ്റ്സിനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെയാണ് അതിൽ വരുന്ന ഇഷ്യൂസ്. അപ്പോൾ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു strategic decision making, criteria for decision making, rationality, creativity, variability, then person related factors and individual decision making. Okay, then ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.